ഈ സഭാ പ്രതിനിധിയാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ നമുക്കൊപ്പം ചേരുന്നത്. ഫാദർ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ക്രൈസ്തവ സഭകൾ ഒക്കെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കേരളത്തിലാണ് ഏറ്റവും അധികം പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പ്രത്യക്ഷ സമരത്തിലേക്ക് വരെ നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന അവസരത്തിൽ തന്നെയാണ് ഇത്തരമൊരു ഘർവാപ്പസി നടക്കുന്നത്. ഇതേതെങ്കിലും തരത്തിൽ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സമയം എന്നത് ഒരു ചോദ്യചിഹ്നമാകുന്നുണ്ടോ? നമസ്കാരം. ചർച്ച ചെയ്യുന്ന ഞാൻ പറയുന്നത് കേൾക്കാമോ? ആണോ? കേൾക്കാം. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഘർവാപ്പസി എന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹിന്ദു മതത്തിലേക്ക് നേരത്തെ വിശ്വസിച്ചിരുന്നവർ മറ്റിതര മതവിഭാഗങ്ങളിലേക്ക് കൺവെർട്ടഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് ആനയിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഘർവാപ്പസി എന്ന വാക്ക് വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന ആ ഒരു പദപ്രയോഗം ഞാൻ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ ഇന്ന് ചെങ്ങന്നൂരിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടന്നു എന്ന് വാർത്തയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഛത്തീസ്ഗഡിൽ ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളായ 2 സന്യാസിനികളെ അവരുടെ വഴി തടഞ്ഞ് യാതൊരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതും തമ്മിലുള്ള ബന്ധം അങ്ങനെ ചേർത്ത് വായിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിനെ അങ്ങനെ കണക്റ്റഡ് ആണെന്ന് എനിക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തെളിവില്ലാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്, പൊതുമാധ്യമത്തിൽ സംസാരിക്കുന്നതിലൂടെ എനിക്ക് അനുകൂലമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അംഗമായിരിക്കുന്ന ഇപ്പം ഇവിടെ രാഹുൽ ഈശ്വർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ സഭാവിഭാഗങ്ങളും ഒരേ രീതിയിൽ അവരുടെ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരല്ല. ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയുടെ പ്രവർത്തന രീതിയിലാണ് സംസാരിക്കാനാണ് എനിക്ക് ഇഷ്ടം. കത്തോലിക്ക സഭയുടെ രീതി അനുസരിച്ച് ഒരു വ്യക്തിയെയും നിർബന്ധിച്ച് അവരുടെ വിശ്വാസം മോശമാണ് എന്ന് വരുത്തി തീർത്ത് കത്തോലിക്ക വിശ്വാസത്തിലേക്ക്, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് സഭയുടെ ശൈലിയല്ല. സഭയുടെ മതബോധന ഗ്രന്ഥമനുസരിച്ച് എനിക്ക് എൻ്റെ വിശ്വാസത്തെ പരസ്യമായിട്ട് പ്രഘോഷിക്കാം, എൻ്റെ വിശ്വാസത്തെ എനിക്ക്, അതേസമയം എൻ്റെ വിശ്വാസത്തെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അത് ഓരോ രാജ്യത്തും നിയമം അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിൽ നിയമം അനുസരിച്ച്, ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഓരോ വ്യക്തിക്കും അവരവരുടെ ഇഷ്ടമുള്ള മനസാക്ഷി അനുസരിച്ചുള്ള വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്. അത്തരത്തിൽ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള, വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ് വിശ്വാസം എന്ന് ഞാൻ വിചാരിക്കുന്നു. അയാൾക്കത് സത്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഈ ഇതര മത സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്ന വിശ്വാസം അവരെ സംബന്ധിച്ച് സത്യമാണ്. അതിനെ ഞാൻ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എൻ്റെ വിശ്വാസം അനുസരിച്ച് എൻ്റെ വിശ്വാസം സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ഇതര വിശ്വാസത്തെ ആദരിക്കാനേ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ കത്തോലിക്ക സഭയിലെ വൈദികരാകാൻ 15 വർഷം എനിക്ക് പഠിക്കണം. അതിൽ ഭാരതീയ തത്വശാസ്ത്രം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകണം. എന്നാൽ മാത്രമേ എനിക്ക് അച്ഛനാകാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികരും അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇസ്ലാമോളജി പഠിക്കണം. ഇസ്ലാമോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള അച്ഛന്മാരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. വൈഷ്ണവിസത്തിലും ശൈവിസത്തിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരാണ്. വേദങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, ഹിന്ദു സർവകലാശാലയിൽ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള അച്ഛന്മാരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഥർവവേദ സൂക്തം ഞാൻ എപ്പോഴും ഓർക്കും. മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ. മിത്രമേ, നമുക്ക് കണ്ണിൽ നോക്കി നമുക്ക് പരസ്പരം തിരിച്ചറിയാം. അപ്പൊ ആ ഒരു അടുപ്പം നമുക്ക് തമ്മിലാവാം എന്ന് ഭാരതീയ പൈതൃകം തലമുറകളായി പ്രഘോഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇതര മതസമൂഹങ്ങൾ വളർന്നതും
നിലനിൽക്കുന്നതും ജീവിക്കുന്നതും. ഞാൻ അതിനെ ആദരിക്കുന്നു. ഭാരതത്തിന്റെ ആ ഒരു വിശാലമായ മനസ്സിനെ ഞാൻ ആദരിക്കുന്നു. കത്തോലിക്ക സഭ ആദരിക്കുന്നു. ഇതര ക്രൈസ്തവ സമൂഹങ്ങൾ അതിനെ ആദരിക്കുന്നു, തീർച്ചയായിട്ടും. അല്ലാതെ ഒരിക്കലും അതിനെ പരിഹസിക്കാറില്ല, പരിഹസിക്കുന്നുമില്ല. ഇനി വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന രീതി എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ രാഹുൽ ഈശ്വരന്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മറ്റ് രണ്ട് അതിഥികളെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ എല്ലാ മതസമൂഹത്തിലുമുള്ള എൻ്റെ സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തർക്കും നന്മ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ടാണ് അവരവരുടെ വിശ്വാസം അവരുടെ ഉള്ളിൽ അവരെ രൂപപ്പെടുത്തുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ എന്നെയും എൻ്റെ വിശ്വാസം, എനിക്ക് യേശുവിലുള്ള എൻ്റെ വിശ്വാസം, യേശു പ്രഘോഷിച്ചിട്ടുള്ള വിശുദ്ധ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പൊതുസമൂഹത്തിൽ എല്ലാവരെയും ദൈവമക്കളായി കാണാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും വളർത്താനും സഹായിക്കാനുമുള്ള പ്രചോദനം നൽകുന്നു. അത് ഈ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. അത്തരത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് സഹകരിച്ച് സഹായിക്കാൻ വേണ്ടി വ്രതം ചെയ്ത് ജീവിക്കുന്ന സന്യാസ സമൂഹങ്ങളുണ്ട്. ഭാരതത്തിൽ എത്രയോ സന്യാസ സമൂഹങ്ങളുണ്ട്, ഹൈന്ദവ സന്യാസ സമൂഹങ്ങളിൽ. അതുപോലെ ഞാനൊന്ന് ഇടപെടുകയാണ്. ക്രിസ്തു മതവും സഭകളും ഒക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെയൊക്കെ ചെയ്ത സംഭാവനകൾ, നമ്മളുടെ സമൂഹത്തിന്റെ വികാസത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ ഇങ്ങനെ എപ്പോഴും എണ്ണി പറയേണ്ടുന്നതുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം എവിഡൻ്റ് ആണ് അത്. ആർക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഈ മതമാറ്റ നിരോധന നിയമം അവിടെ ഉള്ളതാണ്. അത് വലിയ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സഭ ഈ വിഷയങ്ങളിലൊക്കെ അനുഭവിക്കുന്നുണ്ടോ? എന്ത് ചെയ്താലും തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന പേടിയുണ്ടോ? മുൻകാലങ്ങളിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലും ആ ഭയം വേട്ടയാടുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? കത്തോലിക്ക സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിക്കാം. വിവിധ സംസ്ഥാനങ്ങളിൽ 10,000-കണക്കിന് വിദ്യാലയങ്ങൾ, ഓരോ സംസ്ഥാനത്തെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളോട് ചേർന്നുകൊണ്ട് അനുസരിച്ച് നിലനിർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും എല്ലാ മതസ്ഥരുമല്ലേ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതപരിവർത്തനമാണ് ഞങ്ങളുടെ സാമൂഹ്യ സേവനത്തിന്റെ ലക്ഷ്യം എന്ന് ആർക്ക് പറയാൻ കഴിയും? സമൂഹ നിർമ്മിതിയാണ്. നല്ല മനുഷ്യരായാൽ മതി. അപ്പോൾ അതിൽ എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ സ്പർശമുണ്ട്, നന്മയുണ്ട്. നന്മ ദൈവം. ശരി, എന്തോ സാങ്കേതിക തടസ്സം നേരിട്ടിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ